അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലാക്കിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗം ശ്രദ്ധിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയെ നമുക്ക് കാണാൻ കഴിയും. ബൈബിള് നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുക, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. വേരും കൊമ്പും പോലും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. ഒരു ന്യായവിധിയെക്കുറിച്ചുള്ള ദൈവിക ദൂതാണ് പ്രിയമുള്ളവരെ ഇത്. ഈ ലോകം ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന കർത്താവ് പറഞ്ഞത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദൈവത്തിന്റെ തിരുവെഴുത്തായത്. ഒരു ദിവസമുണ്ട്, കത്തുന്നൊരു ദിവസം വരും. അപ്പോൾ ആരെയൊക്കെയാണ് ഈ തീയിൽ കത്തിച്ചു കളയുന്നത്? അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താഴടിയാകുമെന്ന തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനും ഏറ്റുപറയുവാൻ നമ്മൾ മടി കാണിക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ സകല മനുഷ്യർക്കു വേണ്ടി ദൈവം നൽകപ്പെട്ട നാമമാണ് യേശു എന്ന നാമം. ഈ നാമം നമ്മൾ ഏറ്റുപറയുവാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് പറയുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നത് കൊണ്ട് ഒരുങ്ങി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. മണവാളൻ എപ്പോൾ വരുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായിരിക്കണം. 10 കന്യകമാരുടെ ഉപമയ്ക്കകത്ത് ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുക, മണവാളന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരുങ്ങി നിൽക്കുന്നവർ കർത്താവിനോട് കൂടെ പോകും. അല്ലാത്തവർ ഈ ഭൂമിയിൽ ശേഷിക്കും. ഇവിടെയാണ് കത്തുന്ന ചൂള പോലെ കത്തുന്ന ഒരു ദിനം. ദൈവത്തെ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാതെ ഈ ഭൂമിയിൽ കർത്താവിനെതിരെ ജീവിക്കുന്ന സകലരും തീക്കിരയാകുമെന്ന ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു പോകാൻ ഇടയാകണം. പ്രിയമുള്ളവരെ, നാശത്തിന്റെ ഒരു വഴിയിലേക്കല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവം നിശ്ചിതയുടെ സ്വർഗീയ പാതയിലേക്കാണ് നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്നത്. അഭിഷേകത്തിന്റെ അനുഭവത്തിലേക്കാണ് നമ്മളെ ദൈവം കൊണ്ടുപോകുന്നത്. കർത്താവ് യേശു പറയാണ്, തന്നിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കേണ്ടതിന്, നിത്യജീവൻ പകരേണ്ടതിന് ഞാൻ എന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരും ക്രിസ്തുവിൽ ജീവിക്കാത്തവർ സകലരും നശിച്ചു പോകുമെന്ന തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നതിന്റെ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കാത്തവരെല്ലാവരെയും തീക്കായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുക. തീ അവരെ ദഹിപ്പിച്ചു കളയും, നശിച്ചു പോകും. കത്തിയെരിയുന്ന തീക്കകത്തേക്ക്, നരകാഗ്നിയിലേക്ക് തള്ളപ്പെട്ടു പോകുമെന്ന കർത്താവ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒറ്റപ്പെടുത്തലുകളും ഉണ്ടായെങ്കിലും കർത്താവിനായി നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഈ തീയിലേക്ക് പെട്ടുപോകാതെ അവന്റെ നിത്യകൃപയിലേക്ക് നമ്മൾ ഉയർത്തപ്പെട്ടു പോകത്തക്ക വിധം ദൈവം നമ്മെ ഒരുക്കി നടത്തും. നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, മലാക്കിയുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം
വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളിപ്പാട്. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗാവശാന്തിയോടുകൂടെ ഉദിക്കും. അതുകൊണ്ട് കർത്താവിന്റെ ആ വലിയ പ്രവൃത്തി നമ്മുടെ അകത്തു വെളിപ്പെടേണ്ടതിന്, കർത്താവിന്റെ ആത്മസാന്നിധ്യം അനുഭവിക്കാൻ കർത്താവെ നീ ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.